ഹലോ. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. 3/4 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ അളവിൽ ഉപ്പ്, 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 സ്പൂൺ അളവിൽ മുളക് പൊടി, 3/4 സ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ, 3/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അല്പം ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം 1/2 സ്പൂൺ അളവിൽ പെരുംജീരകവും ഒരല്പം കറുവപ്പട്ട കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 5 ഏലക്കായാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. 5 ക്ലോവ് കൂടി, നമ്മുടെ ഗ്രാമ്പ് കൂടി ഒന്ന് ഇതിലേക്കൊന്ന് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് വേണ്ടത്. പേസ്റ്റാണ് എഴുതുന്നതാണെങ്കിൽ അത് ചേർക്കുക. ഇതിനാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ. ഒരു 3 പച്ചമുളക് അതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തത് കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കറിവേപ്പില കൂടി നമുക്കിനി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇനി ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ ഉപ്പും 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ ആ ഒരു ടെക്സ്ചറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ഒന്ന് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി നമ്മൾ നേരത്തെ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. എന്നാലും നമുക്കിതിലേക്ക് 1 സ്പൂൺ മുതൽ 1.5 സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നതിന് ഇത് സഹായിക്കും കേട്ടോ. 1/2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുന്നതായിരിക്കും നല്ലത്. 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി പൊടിച്ചത് കൂടി ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരല്പം തക്കാളിയാണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ കുഞ്ഞു തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും എണ്ണം ചേർക്കുന്നത്. സാധാരണ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്താൽ മതിയാവും. ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കനെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ചിക്കൻ എടുത്തിട്ടുള്ള അതേ പാത്രത്തിൽ അതേ ഒരളവിൽ വെള്ളം എടുത്തിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും മസാലയുടെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇപ്പോൾ ഉപ്പ് വേണമെന്ന് കൂടി ഒന്ന് നോക്കാവുന്നതാണ്. ചിലപ്പോൾ കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇനി ഇത് നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെയൊക്കെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ എൻ്റെ ചിക്കൻ നന്നായിട്ട് കുറുക്കി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ അളവിൽ ചിക്കൻ മസാല പൗഡർ കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് വേണ്ട കേട്ടോ. ഒരല്പം കറിവേപ്പില കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതാണെന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ നമ്മുടെ പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൂടി ചേർക്കുമ്പോഴേക്കും നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി പെട്ടെന്ന് തന്നെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം വീട്ടിലേക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്.